ഈ 3 മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഫാറ്റ് ലോസ് നടക്കില്ല. ദ ഫസ്റ്റ് തിങ്, നിങ്ങൾ നല്ല ഹെൽത്തി ക്ലീൻ ആയിട്ടുള്ള ഫുഡ്സ് കൺസ്യൂം ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ഓരോ ഡേറ്റ്സ് ആയിക്കോട്ടെ, ഓരോ ആൽമണ്ട്സ് ആയിക്കോട്ടെ, പ്രോപ്പർലി കാലോറീസ് ട്രാക്ക് ചെയ്തിട്ടുണ്ടാവും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഫാറ്റ് ലോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സെക്കൻഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ആവശ്യത്തിന് പ്രോട്ടീൻ കൺസ്യൂം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പലരും 700-800 കാലോറീസ് ഡയറ്റിൽ 10-20 ഗ്രാംസ് പ്രോട്ടീൻ ആണ് കൺസ്യൂം ചെയ്യുന്നത്. നിങ്ങളുടെ പ്രോട്ടീൻ ഇൻടേക്ക് കുറവാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ ഡയറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ മസിൽ ലോസും സംഭവിക്കും. അതൊരിക്കലും നല്ലൊരു കാര്യമല്ല. നിങ്ങളുടെ മസിൽ മാസ് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മെറ്റബോളിസം വീക്ക് ആവും. മെറ്റബോളിസം വീക്ക് ആയി കഴിഞ്ഞാൽ ഫാറ്റ് ലോസ് സ്ലോ ഡൗൺ ആവും. സോ നിങ്ങൾ ചെയ്യുന്നതിന് യാതൊരുവിധ ബെനിഫിറ്റും ഇല്ല, സൈഡ് എഫക്റ്റ് അല്ല. മിനിമം ഒരു 1.2 to 1.6 ഗ്രാം പ്രോട്ടീൻ എങ്കിലും പെർ കിലോഗ്രാം ബോഡി വെയിറ്റിന് നിങ്ങൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾ എത്രത്തോളം എക്സ്ട്രീം ആയിട്ട് ഡയറ്റിൽ പോകുന്നുവോ അത്രത്തോളം നിങ്ങളുടെ പ്രോട്ടീൻ ഇൻടേക്ക് മാക്സിമൈസ് ചെയ്യുന്നതാണ് മസിൽ ലോസിനെ പ്രിവെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. തേർഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ബോഡി മൂവ്മെന്റ്സ് നമ്മൾ കുറയ്ക്കുന്നു എന്നുള്ളത്. ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എനർജി ഡ്രോപ്പ് ഫീൽ ചെയ്യും, കൂടുതൽ ടയർഡായിട്ട് ഫീൽ ചെയ്യും. ഇതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ നേരം ഇരിക്കും. നടന്നു പോയിക്കൊണ്ടിരുന്ന ഡിസ്റ്റൻസിലോട്ടൊക്കെ നമ്മൾ ബൈക്ക് ഉപയോഗിച്ച് പോകും. ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ക്ഷീണം അനുഭവിക്കുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ മൂവ്മെന്റ്സ് നിങ്ങൾ കുറയ്ക്കരുത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഓൾറെഡി 3900 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എനിക്കിനി 6100 സ്റ്റെപ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നിങ്ങളും ഒരു 7000 to 10,000 സ്റ്റെപ്സ് ഡെയിലി കവർ ചെയ്യുക. ഇതൊരു ചലഞ്ച് ആയിട്ട് കാണുക. ഫാറ്റ് ലോസിനെ ഫാസ്റ്റൻ ചെയ്യും, നിങ്ങളുടെ കാർഡിയോ വാസ്കുലർ ഹെൽത്തും ഇംപ്രൂവ് ചെയ്യും.